അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തൊടികളിലും വീടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ സാധാരണയായി ലഭിക്കുന്ന ഒരു അമൂല്യമായ ഔഷധ ചെടിയെക്കുറിച്ചാണ്. സെൻസിറ്റീവ് പ്ലാന്റ്, ഷെയിം പ്ലാന്റ്, ടച്ച് മീ നോട്ട് എന്നീ ഇംഗ്ലീഷ് നാമത്തിലും മിമോസ പുഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്ന ധാരാളം ഔഷധ ഗുണമുള്ള തൊട്ടാവാടിയെക്കുറിച്ചാണ്. ഇതാണ് തൊട്ടാവാടി. പേര് പോലെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൻ്റെ ഇല ചുങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത നന്നായിട്ട് മുള്ളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇതൊരു പാഴ്ചെടിയായി കണ്ട് ഇതിനെ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔഷധ ഗുണമാണ്. ഏറെ ഔഷധമുള്ള ഒരു ചെടിയാണിത്. നമ്മളങ്ങനെ സാധാരണ ഒഴിവാക്കേണ്ടതായ ഒരു ചെടിയല്ല. ഇതിൻ്റെ പ്രത്യേകത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒഴിവാക്കുന്നതിന് പകരം ചെടിച്ചട്ടികളിൽ മറ്റു ചെടികളെപ്പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അത്രയും ഔഷധവീര്യമുള്ള ഒരു ചെടിയാണ് ഈ തൊട്ടാവാടി എന്ന് പറയുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അതിന്മേലുള്ള വെള്ളം ചോർന്നു പോകുന്നതിന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് തൂക്കി ഇടുക. അങ്ങനെ വെള്ളം ചോർന്ന് ഒഴിവായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അമ്മിയിലോ കല്ലുരലിലോ ഇട്ട് കുത്തി ചതച്ചെടുക്കുക. അതിൽ നീര് കിട്ടാൻ വേണ്ടി അല്പം കരിക്കിൻ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. കരിക്കിൻ വെള്ളം എന്ന് പറയുമ്പോൾ ഇളനീർ പാകം ആവാൻ പാടില്ല, കരിക്കിൻ്റെ പ്രായം തന്നെ ആയിരിക്കണം. അങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് ഒരു നല്ല വൃത്തിയുള്ള തുണിയിൽ അത് കെട്ടി നന്നായി പിഴിഞ്ഞെടുത്താൽ അതിൽ നിന്ന് നീര് കിട്ടും. ആ നീരിന് അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കണം, ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോഴേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. വെള്ളം പോലെ ആവാൻ പാടില്ല. തേനിനേക്കാൾ കട്ടിയുള്ള ഒന്ന്. അത് നമുക്ക് സാധാരണയായി കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് 2.5 മില്ലി, 5 ml, 10 ml, 15 ml, 20 ml ഒക്കെ കൊടുക്കാം. ഇത് ഒരു ദിവസം ഒരു 3-4 നേരം കൊടുത്തു കഴിഞ്ഞാൽ കെമിക്കലുകളൊന്നും ചേർത്ത് കൊടുക്കുന്ന മറ്റ് ഔഷധങ്ങളെക്കാളും ഒക്കെ പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന ഒരു ഔഷധമാണിത്. മാത്രമല്ല കുട്ടികളുടെ കഫക്കെട്ട് പെട്ടെന്ന് വിസർജിച്ച് ഒഴിവായി പോകുന്ന ഒരു റിസൾട്ടാണ് നമുക്കിതിലൂടെ കിട്ടാൻ പോകുന്നത്. ഈ ഒറ്റമൂലി പ്രയോഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിച്ച് ശേഷം അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും.